Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG 4-year UGയിലെ അവസാനത്തെ എക്സാമാണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. സോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA BA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ദെൻ അസൈൻമെൻറ്റ് സപ്പോർട്ടും അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എക്സാം ട്യൂബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ ലെങ്തി ആണ് എല്ലാ കാര്യങ്ങളും. അതൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ടാണ്, ഗൈഡ് പോലെ. സോ നമ്മുടെ ആപ്പിലൂടെയാണത് അവൈലബിൾ ആവുക. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് അവൈലബിൾ ആണ്. സോ പ്ലേ സ്റ്റോറിൽ നിന്ന് KCS ക്ലാസ്സസിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അറ്റ് പ്രസൻറ്റ് ഞാൻ 2 ബ്ലോക്കുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി 2 ബ്ലോക്ക് ഇന്ന് ഈവനിങ് അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ 200 rupees പ്ലസ് GST മാത്രമാണ് നിങ്ങൾക്ക് എമൗണ്ട് വരെയുള്ളത്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷും ഉണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ദെൻ ആപ്പ് സ്റ്റോറിൽ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വേറെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് തരാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ഡിയിൽ നമുക്കറിയാം 2 ചോദ്യങ്ങളാണ് വരുന്നത് SIക്ക്. അതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കുക. 10 മാർക്കാണ് SI വരുന്നത്. ഓക്കെ, 45 മാർക്കിൻ്റെ എക്സാം ആണല്ലോ. ഞാൻ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് 1ഉം 4ഉം ആണ്. അപ്പോൾ നിർബന്ധമായി ബ്ലോക്ക് 1ഉം 4ഉം ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക. ശേഷം ബാക്കിയുള്ള ഏരിയാസിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബ്ലോക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ സ്കോപ്പും നോക്കാം. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ആവാൻ ചോദിക്കുക, അതല്ലെങ്കിൽ സ്കോപ്പ് ആയിരിക്കാം ചോദിക്കുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമതായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. സോ എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതാണ് ആദ്യത്തെ. ദെൻ അതിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ട്, അതുപോലെ തന്നെ മോഡ്സ് ഓഫ് സോഷ്യൽ മീഡിയ, മോഡ്സും ഉണ്ട്. ഇത് നോക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബെനഫിറ്റ്സും നോക്കി വയ്ക്കുക കേട്ടോ. ഞാൻ റോളിൻ്റെ കൂടെ തന്നെ ബെനഫിറ്റ്സും നോക്കി വയ്ക്കുക നിർബന്ധമായും. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ബ്ലോക്കിലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്, എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതിൻ്റെ റോൾ എന്ന് പറയുന്നത്. കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യം. മോഡ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് മറ്റൊരു ഏരിയ ആണ്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 4ലെത്തെയാണ്. അപ്പോൾ ഈ 2 ബ്ലോക്കിൽ നിന്നുള്ള SIക്ക് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ പലതും പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് SIക്ക് വന്നാലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ അത്രത്തോളം സജസ്റ്റ് ചെയ്യില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം, അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ്, എക്സ്പ്ലെയിൻ ദി ടെക്നിക്സ് to improve website speed. അതുപോലെ തന്നെ ആ ഒരു സെയിം ചാപ്റ്ററിലുള്ള മറ്റൊരു ടോപ്പിക്കാണ് ടൂൾസ്. അതിൻ്റെ അതുകൂടിയും പറയാം, ടൂൾസ് ഫോർ മെഷറിങ് വെബ്സൈറ്റ് സ്പീഡ്. അപ്പോൾ ഇതും നമുക്ക് SIക്ക് വരാറുള്ള
ചോദ്യമാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ബ്ലോക്ക് നമ്പർ 2 നിന്നാണ്. അപ്പോൾ കൂടുതൽ ബ്ലോക്ക് നമ്പർ 1ഉം 4ഉം നോക്കാം. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിച്ചത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സജഷൻ കൂടി, അത് 5 മാർക്കിൻ്റെയിലേക്കാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വരുന്നുണ്ടെങ്കിൽ SEO സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ് ചിലപ്പോൾ വരാറുണ്ട്. ടെക്നിക്സ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക്. അപ്പോൾ ഞാനത് കൂടുതൽ 5 മാർക്കിൻ്റെയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ ഈ 4 ചോദ്യങ്ങളാണ് SAക്ക് ഞാൻ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഞാൻ വീണ്ടും പറയണു, ആദ്യത്തെ ബാച്ച് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ചോദ്യങ്ങൾ അവർ ഇടുന്നുള്ളത് അറിയില്ല. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ് ഈ സജഷൻസ് നൽകുന്നത്. നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ്. നമ്പർ 2 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എന്താണ് അതിൻ്റെ റോൾ, ബെനഫിറ്റ്സ്, ആ കാര്യങ്ങൾ, സ്ട്രാറ്റജീസ്, മോഡ്സ്, ഇതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് 2 ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഒരെണ്ണം കിട്ടട്ടെ. പിന്നെ ഉള്ളത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. മൊഡ്യൂൾ നമ്പർ അല്ലെങ്കിൽ ബ്ലോക്ക് നമ്പർ 2 നിന്നുള്ള വെബ്സൈറ്റ് സ്പീഡ് എങ്ങനെ കൂട്ടാം, അതിൻ്റെ ടൂൾസ്, പിന്നെ SEO സ്ട്രാറ്റജീസ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, അവരുടെ പാർട്ട് എയും ബിയിലത്തെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദെൻ അതിൻ്റെ കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് എക്സാം ട്യൂബ് വേണമെങ്കിൽ നമ്മുടെ ആപ്പിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിൽ ലെങ്തിയാണ് പല കാര്യങ്ങളും. ഞാനിത് വളരെ ഷോർട്ട് നോട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. ഓക്കെ, വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.